വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ഇൻ ഓസ്ട്രേലിയ ആണ്. അപ്പം നമ്മളിവിടെ രാവിലെ എണീറ്റിട്ട് ഗുഡ് മോർണിംഗ്. നമ്മൾക്ക് എണീറ്റ് എങ്ങനെയാണ് നമ്മുടെ ഓസ്ട്രേലിയ ഡേ സ്പെൻഡ് ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കണ്ടേ? നമ്മളുടെ വീട് കാണിച്ചു കൊടുക്കണ്ടേ? അപ്പൊ ഇവിടെ നല്ല തണുപ്പാണ്. എത്രയായിരുന്നു ഇവിടെ തണുപ്പ്? രാവിലെ 7 10 ഒക്കെ ഉണ്ട്. പറയുമ്പോ തന്നെ ഒരു 7 10 ഒക്കെ തന്നെ ഉണ്ട്. അപ്പം യെസ്, ഇവിടെ ഇപ്പോൾ സമയം 9:30 ആയി. നമ്മൾ പതുക്കെ എഴുന്നേറ്റിട്ട് പോവാൻ പോവാണ്. ഓക്കെ, യെസ്. സോ ഇതാണ് നമ്മളുടെ ഇവിടുത്തെ വാഷ്റൂം അല്ലെങ്കിൽ ബാത്റൂം. നല്ലൊരു എന്താ പറയുക, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ പുറത്തേക്ക് വയ്ക്കുക കണ്ടോ, ഇങ്ങനെ മിററും ഗാർഡനും എല്ലാമായിട്ട് നൈസാണ്, നൈസ്. ഓക്കെ, അപ്പം ബാക്കിയത്തെ ഞാൻ കിച്ചണിൽ ചെന്നിട്ട് കാണിക്കാം. സോ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ വീട്. കിച്ചൺ 2 ഓപ്പൺ കിച്ചണാണ്. പിന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് യാർഡാണ് കേട്ടോ. മൈ ഗോഡ്, അതാണ് ഒരു സൂപ്പർ സാധനം. യെസ്, എന്ത് ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ ഇങ്ങനൊരു ടേബിളുണ്ട്, ഗ്രില്ല് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. സർഫിങ്ങിന് പോണവർക്ക് അതുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മരങ്ങളും അതും ഇതും ഒക്കെ ആയിട്ടുള്ളൊരു ബാക്ക് യാർഡ്. നമുക്ക് യോഗയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഭയങ്കര രസമുള്ള ഒരു പ്ലേസാണ്. ഞാൻ രാവിലെയൊക്കെ കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിരിക്കാനും അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ നമുക്കിരിക്കാനും ഒക്കെ പറ്റുന്ന അങ്ങനത്തെ ഒരു സംഭവമാണ്. എല്ലാം ഇങ്ങനത്തെ കുട്ടി കുട്ടി മരങ്ങൾ കേട്ടോ. പേരുകളൊന്നും എനിക്കില്ല. അപ്പുറത്തെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ കുരയൊന്നും കേൾക്കുന്നില്ല. ഭയങ്കര വലിയ പട്ടിയാണ്. ഈ ഒരു ചെടിയുണ്ടോ, ഇതൊക്കെ പേരൊന്നും അറിയില്ല. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറകുവശം. ഗ്രില്ല് ചെയ്യാനുള്ള സാധനം ഇവിടെയുണ്ട്. അതാണോ ഗ്രില്ല് അതോ ഇതാണോ ഗ്രില്ല് എനിക്ക് മനസ്സിലായി. ഇത് ഗ്രില്ലല്ലേ? അയ്യോ, വേറെന്താ സാധനം കേട്ടോ. അതൊന്നും എനിക്കറിയില്ല. മുകളിൽ ഇങ്ങനെയാണ്. മഴയൊക്കെ വരുമ്പോഴും മഴ ആസ്വദിക്കാം, വെയിൽ വരുമ്പോൾ വെയിലും ആസ്വദിക്കാം. പിന്നെ ഊഞ്ഞാൽ. അങ്ങനെ സൂപ്പർബ് ഒരു പ്ലേസ് ആണത്. ഹലോ, സോ രാവിലെ എണീറ്റു. നമ്മൾ ഇവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ബ്രെഡും കുറച്ച് മുട്ട, പിന്നെ ബേക്കൺ, ഒരു കോഫി, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ യൂഷ്വലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സോ ഇവിടുത്തെ കിച്ചൺ ആൻഡ് ലിവിങ് റൂം എപ്പോഴും ഒരേപോലെ. സോ ഓപ്പൺ കിച്ചണാണ് ഇവിടുത്തെ സെറ്റപ്പ്. സോ യാ, നമുക്കപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ബ്രെഡ്, പാല്. ഇവിടുത്തെ മിൽക്ക് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. വേറെ ലെവലാണ്. നല്ല പ്യുവർ മിൽക്ക് കിട്ടും. ലൈക്ക് റിയലി നൈസ്. ഈ മിൽക്കുണ്ട്, ആ മിൽക്കുണ്ട്. എങ്ങനെയുണ്ട്? ഫുൾ ക്രീം. അത് ഫുൾ ക്രീം തന്നെയാണ്. ബേക്കൺ ഇവിടെ കോഫി. മുട്ട, bullseye scrambled up. Bullseye. What do you want? Bullseye. Bullseye.
പഴം തീർന്നു, ആപ്പിളും ഓതും മാത്രമേ ഉള്ളൂ. ഇതെന്താ? ഓ ഇഡ്ഡലി, ഇഡ്ഡലി ചമ്മന്തി. നമ്മളുടെ സ്പോൺസർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു തോന്നുന്നില്ല ഇഡ്ഡലി ഒരു ഇഡ്ഡലി കഴിച്ച കുറച്ച് ദിവസമായി ബ്രെഡും മുട്ടയും കഴിച്ചോണ്ടിരിക്കുന്നു. ഇതിലുണ്ടാക്കിയപ്പോഴേ മതി മതി എടുക്കാം. അവരിപ്പോ ഇഡ്ഡലി കഴിച്ചിട്ടാണ് പോയത്. ആ അതെ, പ്ലേറ്റ് ഒക്കെ വിളിക്കുന്നുണ്ട്. കോഫി എന്റെ അല്ല, ഞാൻ ഉണ്ടാക്കിയില്ല. ആ അതും അവർ തന്നെ ആയിരിക്കും. നമ്മൾ ഒരുമിച്ചല്ല വന്നത്, ഞാൻ ഉണ്ടാക്കി. അത് വേണോ മറ്റേത് വേണോ? വൈറ്റ് ഉണ്ട്. പിന്നെ കഴിക്കാണോ? ഇന്ന് നമുക്ക് ഈ കാപ്പിപ്പൊടി മാത്രമേ ഉള്ളൂ. നെസ്കഫേ ഇതിലാ ചേട്ടൻ പറഞ്ഞെന്താ അറിയോ, ഇത് ഇട്ടിട്ട് എന്തോ ഈ കാപ്പിപ്പൊടി കുറച്ച് സ്ട്രോങ് ആയിട്ട് പാലിലിട്ടിട്ട് തിളപ്പിക്കണം എന്ന്. അത് നെസ്കഫേ നമ്മൾ ഇൻസ്റ്റന്റ് ഇങ്ങനെ ഇടുവല്ലേ, അങ്ങനെ അല്ലാന്ന് അങ്ങനെ പറഞ്ഞു. ഗ്ലാസ് അതന്നെ, അത് കഴുകിയെടുത്ത. ഞാൻ പറഞ്ഞത് ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു ഫീൽ ഉണ്ടെന്ന് പറഞ്ഞു. നീ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എല്ലാം പരീക്ഷണമാണ്. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തയവനെ സൂര്യൻ. ചുമ്മാ കുടിക്കട്ടോ. ആ അതെ, അയ്യോ ഞാൻ ഇന്നലെ രാത്രിക്ക് ചുമ്മാ ഇരുന്ന് പാൽ കുടിക്കും. കാരണം ഇത് ശരിക്കും തിളപ്പിക്കേണ്ട പോലെ ആവശ്യമില്ല. അവരെല്ലാരും ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കും. കുട്ടികളൊക്കെ രാവിലെ എടുത്ത് കുടിച്ചിട്ട് ഫ്രൂട്ട്സും കഴിച്ച് പോകുന്ന പറയണം. നമ്മള് ചുമ്മാ കഴിച്ചു നോക്കിയപ്പോ ചെറിയൊരു മധുരവും ഒരു നല്ല ഫ്രഷാണ്. കൊറേ ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് വെറുതെ കോഫി ഒന്നും അല്ലാണ്ട് പാലെടുത്ത് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ പാല് ഇപ്പൊ രണ്ടാമത്തെ. ബുൾസൈ ഇല്ലേ, ബുൾസൈ ഉണ്ടാക്കുന്നതൊക്കെ സൂപ്പറാണ്. പുറത്തേക്ക് വരില്ല. മുട്ട പൊട്ടിക്കാൻ പാടാണ്. അല്ല, പൊട്ടിക്കാനല്ല, ഈ പാത്രത്തിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റാൻ. ഇല്ല, അതൊക്കെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞ പൊട്ടിക്കാൻ പാടുന്ന ഇതിന്റെ ഉണ്ണി എത്ര നമ്മൾ ഇളക്കിയാലും പൊട്ടുന്നില്ല. നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല. പാലൊഴിച്ചു. ഇത് കോഫി ഇപ്പൊ ഉണ്ടാക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, നല്ല തണുപ്പാണ്. നമ്മൾ എത്ര ഉണ്ടാക്കി വെച്ചാലും ഒരു ഹാർഡ്ലി 1 മിനിറ്റിന് തണുത്തു പോകും. അപ്പൊ ലാസ്റ്റ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഈ പാത്രത്തിൽ നിന്നെങ്കിലും മുട്ട ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വരണേ. ചട്ടകമായിട്ടില്ല, അതാണ് ഇതിനകത്ത് കേറാനായിട്ട്, ഇതിങ്ങനെ ഇത് എടുക്കാനായിട്ട് ഒരു എന്റെ കുഴപ്പമല്ല എന്നുള്ളത് കുഞ്ഞു പറയുന്നില്ലല്ലോ. ഒരു ഒലിവ് ഓയിൽ ഓൾറെഡി ഉണ്ട്. പാനിന്റെ കുഴപ്പമാണ്, നിന്റെ കുഴപ്പമില്ലെന്ന് പറയുന്നില്ലല്ലോ. എന്നിട്ട് ഞാൻ എത്ര ദിവസം പറയുന്നത് പാന്റെ കുഴപ്പമാണെന്ന്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ പാന്റെ കുഴപ്പമാണെന്ന്. എന്തില്ലാന്ന്
ഞാൻ ആദ്യ ദിവസം പറഞ്ഞു ഈ പാൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ലേ? അത് പറഞ്ഞു. പിന്നെ അതെന്തുകൊണ്ടാണ് പറയുന്നത്? യെസ്, ബ്രെഡ് വന്നു. അതൊരു അതൊരു 12 മണിയാകുമ്പോൾ കഴിക്കും. ഊണെന്തായാലും 2 മണിക്കല്ലേ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതിപ്പോ 2 ബ്രെഡ് അല്ലേ ഉള്ളൂ, അതിൻ്റെ കൂടെ 2 ഇഡ്ഡലി കഴിക്കുന്നത് എന്താണ് കുഴപ്പം? ഒരു കുഞ്ഞൊരു വയറും വെക്കും, ഒന്നും കഴിക്കാനും പറ്റില്ല. അതൊക്കെ എന്നെ കണ്ടുപിടിക്കണം. എന്താണെങ്കിലും എപ്പോ വേണമെങ്കിലും കഴിക്കും. ചായ കുടിച്ചില്ലല്ലേ? ചായ എല്ലാവരും കുടിച്ചില്ല. മതി. അപ്പുറത്തെ സൈഡും കൂടി കുറച്ചൊന്നും ബ്രൗൺ ആവട്ടെ, ഈ സൈഡ് പോലെ. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിച്ചു തുടങ്ങിക്കോ. അപ്പേക്കും കോഫി. യെസ്. സോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇന്നത്തെ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാണ്. ബേക്കൺ, ബ്രെഡ് ആൻഡ് എഗ്സ്. ഇനി ഫ്രൂട്ട്സ് വേണ്ടേ? ഫ്രൂട്ട്സോ? മറ്റേ ആപ്പിളോ? വേണ്ട. എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവെക്കും. ഇവിടെ ഒരു ബ്രെഡും ബട്ടറും ജാമും ഉണ്ട്. ഇത് ലക്ഷ്മിയുടെ വയലിൻ, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ. ഇനി അതൊരു കോഫി ഉണ്ടാക്കാറുണ്ട്, അതിപ്പോൾ ഉണ്ടാക്കി കിട്ടുന്നതായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഗോസിപ്പ് ന്യൂസ് വായിക്കുന്നത് ഭർത്തൂനൊരു ഹരമാണല്ലേ? ഗോസിപ്പ് ന്യൂസ് എങ്ങനെയുണ്ടായിരുന്നു? ഗുഡ്. ഏത് ബ്രേക്ക്ഫാസ്റ്റ്? അപ്പോൾ ഇതുപോലത്തെ ഒരു കാം പ്ലേസിൽ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും താമസിക്കാനും ബുക്ക് വായിക്കാനും വർക്കൗട്ട് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതല്ലേ ഇഷ്ടം? അതെ, ഒറ്റയ്ക്ക് ഇരിക്കുന്നതൊന്നുമില്ല, ബട്ട് ദിസ് ഇസ് നൈസ്, നല്ലതാണ്. അല്ല, എന്നാലും കൂടുതൽ സമയം ഒറ്റയ്ക്ക് ഇരിക്കാനല്ലേ ഇഷ്ടം? അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ചിലർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൂ. പക്ഷെ എനിക്കത് പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒറ്റയ്ക്ക് ഇരിക്കുന്ന നിർബന്ധമൊന്നുമില്ല. ആൽമണ്ട് ഓയിൽ തലയിൽ തേക്കാൻ പോകണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവും സ്കാൽപ്പ്. അപ്പോൾ നമ്മൾ ആൽമണ്ട് ഓയിൽ, അതുപോലെ മറ്റേ എള്ളെണ്ണ, അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ജിഞ്ചിലി അല്ലല്ലോ, അപ്പം എള്ളല്ലേ? കസ്റ്റർഡാ? കാസ്റ്റർ. അതെന്താ അതിൻ്റെ മലയാളം എന്താ? കാസ്റ്റർഡ് ഓയിൽ. കാസ്റ്റർ ഓയിൽ. അതൊക്കെ ആണ് തേക്കേണ്ടത്. അറിയോ? കുറച്ച് തേച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെറിയും, നടുക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ. അപ്പം ഇത്രയും സാധനങ്ങൾ ആണ് ശരിക്കും വിൻ്റർ സമയത്ത് തലയിൽ തേക്കേണ്ടത്. ഇത് മുഖത്തും തേക്കാം, ആൽമണ്ട് ഓയിൽ ആയതുകൊണ്ട്. സ്കിന്നൊക്കെ കാരണം തൊലിയൊക്കെ ഉരിഞ്ഞുരിഞ്ഞു പോവും ഇവിടെ, അത്ര തണുപ്പാ. എന്താ വേണ്ട, ആദ്യം ഒന്ന് മസാജ് ചെയ്യ് ബേബി. അതവിടെ ഒഴിച്ചിട്ട് വെച്ചില്ലേ? ഇനി ഒഴിക്കണ്ട, ഇനി ഫുൾ മസാജ് ചെയ്യും. ഇനി ഒഴിക്കൽ നിർത്തൂ. അങ്ങനെ ഒഴിക്കല്ലേ.
ചൂടാക്കിയിട്ട് തേക്കായിരുന്നല്ലേ നമുക്ക്. കാരണം ഏറ്റവും കൂടുതൽ തമപ്പടിക്കുന്നത് സൈഡിൽ ഇങ്ങനെ പോയി താഴെ ഇങ്ങനെ. അങ്ങനെയല്ല, ഈ കൈ ഉണ്ടല്ലോ ദേ ഇങ്ങനെ മുടിയുടെ താഴത്തേലിട്ടിട്ട് രണ്ട് സ്ഥലത്തും എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ഇങ്ങനെ 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 അങ്ങനെ സ്പീഡിലല്ല ബേബി, ഇത് ഇങ്ങനെ പതുക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ സ്പീഡിൽ ചെയ്താൽ അതിൻ്റെ ഒരു സുഖം കിട്ടില്ല. ആദ്യം പതുക്കെ ചെയ്യണം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ മറ്റേ ഈ ഭാഗമല്ലേ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം. അങ്ങനെ വെരി ഗുഡ്. അത് മാത്രമല്ല, ഇതും കൂടി, ഈ മൂവ്മെന്റും കൂടി വേണം. രണ്ടും വേണം. നടക്കത്തെ ഭാഗം ഏത്? അറിയാം, കണ്ടിട്ടില്ലേ പാർലറിലൊക്കെ? അല്ല, നിങ്ങൾക്ക് മറ്റേ ഇത് ചെയ്യാറില്ലേ, മുടി വെട്ടുമ്പോ മസാജ്? എന്നാലും മൂവ്മെന്റ് അറിയുന്നില്ല, ഫീൽ ചെയ്യുന്നില്ല. നീ മസാജ് ചെയ്തതിന് അത്ര ഞാൻ ചെയ്യാൻ പോകാറില്ലല്ലോ, എക്സ്പെൻസ് കുറവാണ്. ഈ സൈഡിൽ ചെയ്യുമ്പോ എങ്ങനെയാണെന്നറിയോ, മൊത്തം മുടി ഇങ്ങോട്ടേക്ക് ഇടണം, എന്നിട്ട് ഇങ്ങനെ 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 നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കയറി കയറി പോകണം. ടിങ് 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 ടിങ്. അപ്പോഴും കുഞ്ചു കണ്ടോ ഇങ്ങനെ ചിക് 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 എന്ന് പറയും. അങ്ങനെയല്ല ബേബി. 1 2 3. അതന്നെ. ഇനി മുതൽ പ്രാക്ടീസ് ആയിക്കോട്ടെ. ആഴ്ചയിൽ ഒരിക്കലും എൻ്റെ തല മസാജ് ചെയ്താൽ മതി. പ്രാക്ടീസ് ആവും. ഭർത്തുവിന് ഞാൻ നല്ലൊരു ഹെഡ് മസാജ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരാളാണ്. അങ്ങനെ യെസ് മതി. ഇനി മൊത്തത്തിൽ ഇങ്ങനെ എടുത്തിട്ട് കെട്ടി. അവിടെ ബാൻഡ് ഉണ്ടോ? അറിയോ? ബാൻഡ് വെച്ച് കേട്ടോ? അറിയോ? എന്നാ ഞാൻ കെട്ടിക്കോളാം. മാറും. കുഞ്ചുവിന് ഡ്രൈ സ്കിൻ ഉണ്ടോ? ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു, പക്ഷെ വേറെ സൗണ്ടാ വന്നത്. സൗണ്ട് അടഞ്ഞു പോയതാ. ഞാൻ വിചാരിച്ചു, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇവിടെ ആരോ പറഞ്ഞു. അങ്ങനെ ചെയ്യില്ലേ. ആൽമണ്ട് ഓയിൽ മുഖത്ത് എനിക്ക് തേക്കാൻ പറ്റില്ല, കുരു വരും. കുഞ്ചുന് തേക്കാം അല്ലേ? തേച്ചോ? തേക്കുന്നുണ്ടല്ലോ. സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റി? അല്ല, ഞാൻ പറയായിരുന്നു, സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പറ്റിയ സ്ഥലമാണോ? കണ്ട, മുകളിൽ നിന്നും സൈഡിൽ നിന്നും എല്ലാം നന്നായിട്ട് സണ്ണിൻ്റെ ഇത് വരും. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് ഇരുന്നിട്ട് കുളിക്കാം അല്ലേ?